അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനൊരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഒരു 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാനിത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ തേങ്ങയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പാനിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. പിന്നെ ഒരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ പഴയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്